വായനയെ പുതുതലങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗ്രീൻ ബുക്സിന്റെ വാക്കിടം ബുക്ക് ഫെയർ ആൻഡ് ലിറ്റ് ഫെസ്റ്റിന് തുടക്കമായി. വാക്കിടം ബുക്ക് ഫെയർ ആൻഡ് ലിറ്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും ആടുജീവിതം 300-ാം പതിപ്പിന്റെ പ്രകാശനവും ഇന്ന് വൈകിട്ട് ടൗൺ ഹാളിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, സി രാധാകൃഷ്ണൻ, അശോകൻ ചെരുവിൽ, ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, ബെന്യാമിൻ, പ്രൊഫസർ എം ഹരിദാസ് മുനതൂർ എന്നിവർ പങ്കെടുത്തു. എഴുത്തും വായനയും സംവാദങ്ങളും അഭിമുഖങ്ങളുമായി 15 ദിനരാത്രങ്ങളിൽ നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും എല്ലാ പ്രസാധകരുടെയും 2 ലക്ഷത്തിലേറെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയ മെഗാ ബുക്ക് ഫെയറും ഉണ്ടാകും. വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ഒരിടം ഒരുക്കിയിരിക്കുകയാണ് വാക്കിടം എന്ന പരിപാടിയിലൂടെ ഗ്രീൻ ബുക്സ്. ഒരുപാട് വർഷങ്ങളായി മലയാളിയുടെ കൗതുകങ്ങളെയും ഭാവനയെയും സർഗാത്മകതയെയും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അറിവിൻ്റെയും അനുഭൂതിയുടെയും പ്രത്യേകമായ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പുസ്തകങ്ങളുടെ വലിയ കലവറ നമുക്കായി തുറന്നു വച്ചിട്ടുള്ള ഗ്രീൻ ബുക്സിൻ്റെ സാരഥികൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വായനയിലേക്കും പുസ്തകങ്ങളിലേക്കും ഒരു സമൂഹത്തെ പ്രചോദിപ്പിക്കുവാനുള്ള ആ ദിശയിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു ജീവിതത്തെ ഏറ്റവും സാർത്ഥകമാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ആ ദൗത്യം ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രസ്ഥാനത്തിനും തീർച്ചയായും ചരിത്രപരമായ ഒരു കടമ എന്ന നിലയിൽ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ഏറെ സ്നേഹാദരങ്ങൾ നൽകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നു മുതൽ ഡിസംബർ 30 വരെ നടക്കുന്ന പുസ്തകോത്സവത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന സാഹിത്യേതര ചർച്ചകളും പുസ്തക പ്രകാശനങ്ങളും നടക്കും. കേരള പ്രണാമൻ ന്യൂസ്, തൃശൂർ.